കേരളവർമ്മ കോളേജിൽ ബി ഫെസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പുതിയ ചില സംഭവങ്ങൾ കൂടി ഉണ്ടായിരിക്കുന്നു. ബി ഫെസ്റ്റിനെ അനുകൂലിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട കേരളവർമ്മ കോളേജ് അധ്യാപികക്കെതിരെ അന്വേഷണത്തിന് ഉത്തരവ്. അധ്യാപിക ചെയ്തത് തെറ്റെന്ന നിലപാടിലാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് എത്തിയിരിക്കുന്നത്. ബി ഫെസ്റ്റ് നടത്തിയ വിദ്യാർത്ഥികൾക്കെതിരായ നടപടിയിൽ വിശദീകരണവുമായി പ്രിൻസിപ്പൽ രംഗത്തെത്തി. കോളേജിനുള്ളിൽ മാംസാഹാരം ഉപയോഗിക്കുന്ന പതിവില്ല എന്നാണ് പ്രിൻസിപ്പൽ പറഞ്ഞത്. വിവരങ്ങളുമായി ദിൽജിത്ത് ചേരുന്നുണ്ട്. ദിൽജിത്ത്, വീണ്ടും വിവാദമായ ഒരു നിലപാടാണ് ഉണ്ടായിരിക്കുന്നത്. അധ്യാപികക്കെതിരെ അന്വേഷണം നടത്താനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായും സൗമ്യ, ഈ അധ്യാപിക കോളേജിൽ ബി ഫെസ്റ്റ് നടത്തിയ വിദ്യാർത്ഥികളെ അനുകൂലിച്ചിരുന്നുവെന്ന തരത്തിൽ പരാമർശങ്ങളുണ്ടായി. അദ്ദേഹത്തിൽ ആ ഫേസ്ബുക്ക് പോസ്റ്റിനെ അത്തരത്തിൽ വ്യാഖ്യാനിക്കുകയുണ്ടായി. ആശയപരമായി ആ വിദ്യാർത്ഥികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച അധ്യാപികയുടെ നടപടി തെറ്റാണ് എന്ന കണ്ടെത്തലാണ് ഇപ്പോൾ കൊച്ചിൻ ദേവസ്വം ബോർഡ് അധികൃതർ നടത്തുന്നത്. ഈ അധ്യാപിക ഈ വിവാദവുമായി ബന്ധപ്പെട്ട പരസ്യ പ്രസ്താവന ഒഴിവാക്കേണ്ടതായിരുന്നു. കോളേജ് അധികൃതരുടെയോ പ്രിൻസിപ്പലിന്റെയോ മാനേജ്മെന്റിന്റെയോ അനുവാദം കൂടാതെ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത് തെറ്റായി പോയി. ആ പ്രസ്താവന ഒഴിവാക്കേണ്ടതായിരുന്നു എന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം പി ഭാസ്കരൻ നായർ ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെ കുറിച്ച് അന്വേഷിക്കാനും അധ്യാപകർക്ക് ഇതിൽ ഉള്ള ബന്ധത്തെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനും കോളേജ് പ്രിൻസിപ്പലിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രിൻസിപ്പൽ സമർപ്പിക്കുന്ന റിപ്പോർട്ടിന് അനുചിതമായി ആയിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുകയെന്നാണ് ഇപ്പോൾ എം പി ഭാസ്കരൻ നായർ മാധ്യമങ്ങളോട് അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു സംഭവം, ഈ ബി ഫെസ്റ്റ് നടത്തിയ സംഭവത്തിൽ പുറത്താക്കിയിരിക്കുന്ന കോളേജ് ബി ഫെസ്റ്റിന്റെ സംഘാടകരായ SFI പ്രവർത്തകരെ കോളേജിൽ നിന്ന് പുറത്താക്കിയിരുന്നു. 6ഓളം വിദ്യാർത്ഥികളെയാണ് കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നത്. ഈ തീരുമാനത്തെ ന്യായീകരിച്ചുകൊണ്ട് കോളേജ് അധികൃതർ രംഗത്തെത്തിയിരുന്നു. കോളേജിൽ മാംസാഹാരം കയറ്റുന്ന പതിവ് ഇല്ലായിരുന്നു. വർഷങ്ങളായി ഇത്തരത്തിലൊരു പിന്തുടർച്ചയാണ് ഉണ്ടായിരുന്നത്. അതിന്റെ ഒരു ലംഘനമാണ് ബി ഫെസ്റ്റുകൾ നടത്തുന്നതിലൂടെ ഉണ്ടായത്. അത്തരത്തിൽ കോളേജിന്റെ അച്ചടക്ക ലംഘനം നടത്തിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കെതിരെയാണ് നടപടി ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ അതിനെ ന്യായീകരിച്ചുകൊണ്ടുള്ള ഒരു വിശദീകരണമാണ് കോളേജ് അധികൃതർ പ്രിൻസിപ്പൽ അല്പസമയം മുമ്പ് നടത്തിയത്. തുടർന്നാണ് ഈ സംഭവത്തിൽ ഈ വിദ്യാർത്ഥികളെ അനുകൂലിച്ചുകൊണ്ട് രംഗത്തെത്തിയ അധ്യാപികക്കെതിരെ നടപടിയെടുക്കാനും അല്ലെങ്കിൽ അവർക്കെതിരെ അന്വേഷണം പ്രഖ്യാപിക്കുന്ന ഒരു നടപടി കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രഖ്യാപിക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ അധ്യാപികക്കെതിരെ നീക്കുന്ന ഈ സംഭവവുമായി ബന്ധപ്പെടുത്തി അധ്യാപികയെ കുറ്റക്കാരിയാക്കി ചിത്രീകരിക്കാനുള്ള ശ്രമത്തിനെതിരെ വിവിധ കോണുകളിൽ നിന്ന് പ്രതിഷേധം ഉയർന്നു വരുന്നുണ്ട്. ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ MLA VT ബൽറാം ഉൾപ്പെടെയുള്ള ആളുകൾ ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള നവമാധ്യമങ്ങളിൽ ഇതിനെതിരെ പ്രതിഷേധ സൂചകമായി പോസ്റ്റുകൾ ഇട്ടിരുന്നു. തുടർന്നും ഇപ്പോഴും അധ്യാപക സംഘടനകളുടെയും പ്രതിനിധികളെയും മറ്റ് സാമൂഹ്യ സാംസ്കാരിക മേഖലകളുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇതിനെതിരെ പ്രതിഷേധങ്ങൾ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് സൗമ്യ. ദിൽജിത്ത്, നേരത്തെ തന്നെ ഈ ഒരു വിഷയത്തിൽ ഏകപക്ഷീയമായ നിലപാടുകളാണ് എടുക്കുന്നത് എന്ന തരത്തിലുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ ബി ഫെസ്റ്റ് നടത്തിയ വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്യുന്നു. ഇപ്പോൾ ഇതിനെ അനുകൂലിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട ടീച്ചർക്കെതിരെ നടപടി ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അന്വേഷണം എന്ന രീതിയിൽ നടപടിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ആ വിധത്തിലൊക്കെ കാര്യങ്ങൾ പോകുമ്പോൾ മറുഭാഗത്ത് വലിയ രീതിയിൽ ഈ ABVP പ്രവർത്തകരെ ആക്രമണം നടത്തിയവരെ കോളേജ് യൂണിയൻ ഓഫീസ് പോലും കത്തിച്ചവർക്കെതിരെ നടപടിയില്ല എന്നൊരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ഈ രണ്ട് സാഹചര്യങ്ങളും എങ്ങനെയാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്? തീർച്ചയായും സൗമ്യ, സമാധാനപരമായി ഇത്തരത്തിൽ പ്രതിഷേധ സൂചകമായി ഈ ഫാസിസ്റ്റ് നടപടിക്കെതിരെ UP ഉണ്ടായ ഫാസിസ്റ്റ് നടപടിക്കെതിരെ പ്രതിഷേധ നടത്താനാണ് ഇവർ ബി ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. അത്തരത്തിൽ ഒരു പ്രതിഷേധ സൂചകമായി നടത്തിയ പരിപാടിക്കിടെ എത്തിയ RSS ABVP പ്രവർത്തകരാണ് ആദ്യം അക്രമ സംഭവങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. എന്നിരുന്നാലും ഈ സംഭവങ്ങളെല്ലാം ഇത്രത്തോളം രൂക്ഷമായിട്ടും ഇപ്പോഴും 6 SFI പ്രവർത്തകർ ഈ ബി സംഘടിപ്പിക്കാനായി അണിയറയിൽ പ്രവർത്തിച്ച SFI പ്രവർത്തകർക്കെതിരെ മാത്രമാണ് ഇതുവരെ നടപടി ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ വിദ്യാർത്ഥികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച അധ്യാപികക്കെതിരെ ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു. അതും ഈ സംഘപരിവാർ സംഘടനകളുടെ ആവശ്യം തന്നെയായിരുന്നു. ഈ അധ്യാപിക ഈ പോസ്റ്റ് ഇട്ട സമയത്ത് തന്നെ ഈ വിദ്യാർത്ഥികൾ അധ്യാപികക്കെതിരെ പ്രതിഷേധമായി രംഗത്തെത്തിയിരുന്നു. ഇവിടെ പറയുന്ന ന്യായീകരണം എത്രത്തോളം അംഗീകരിക്കാവുന്നതാണ്? പ്രത്യേകിച്ച് കോളേജിനുള്ളിൽ തന്നെ ഉണ്ടായ ഒരു സംഭവമല്ല. ആ വിഷയത്തിൽ തൻ്റെ നിലപാട് വ്യക്തമാക്കുന്ന രീതിയിൽ അവരുടെ പേഴ്സണലായ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റാണ് ഇട്ടത്. അതുകൊണ്ട് തന്നെ എന്ത് ന്യായീകരണമാണ് ഇവിടെ ദേവസ്വം ബോർഡ് ഈ വിധത്തിൽ ഒരു അന്വേഷണവുമായി മുന്നോട്ട് പോകുമ്പോൾ പറയുന്നത്?
തീർച്ചയായും സൗമ്യ, ഇത്തരത്തിൽ ഈ കോളേജിലുണ്ടായ അനിഷ്ട സംഭവങ്ങൾ, ഇത്തരത്തിൽ മാംസാഹാരം കോളേജിനുള്ളിൽ കൊണ്ടുവരരുത് എന്ന നിലപാട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം പി ഭാസ്കരൻ നായരും ആവർത്തിച്ചു എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. അത്തരത്തിൽ ഈ മാംസാഹാരം കോളേജിനുള്ളിൽ എത്തിച്ചതുമായി ബന്ധപ്പെട്ടാണ് സംഘർഷമുണ്ടായത്. അത്തരത്തിൽ വിദ്യാർത്ഥികൾ ചെയ്തത് തെറ്റാണെന്ന് ആദ്യമായി എടുത്തു പറയുന്നു എം പി ഭാസ്കരൻ നായർ. അതോടൊപ്പം കൂടി ഈ വിദ്യാർത്ഥികൾ ചെയ്ത തെറ്റിനെ അധ്യാപിക ന്യായീകരിക്കുന്നു എന്നത് മറ്റൊരു തെറ്റ്. അതോടൊപ്പം തന്നെ ഈ അത്തരത്തിൽ അധ്യാപികയ്ക്കുള്ള അഭിപ്രായം അത് പരസ്യമായി മാനേജ്മെന്റിനോടോ പ്രിൻസിപ്പലിനോടോ മറ്റ് കോളേജ് അധികൃതരോടോ ആലോചിക്കാതെ ആ അഭിപ്രായം പരസ്യമായി പരസ്യ പ്രസ്താവനയാക്കുന്നു എന്നതും മറ്റൊരു തെറ്റായി കാണുന്നു. ഇതിനെല്ലാം കോളേജിനെതിരെയും അല്ലെങ്കിൽ മാനേജ്മെന്റിനെതിരെ അധ്യാപിക പ്രവർത്തിച്ചതായി കണക്കാക്കാം എന്ന തരത്തിലാണ് എം പി ഭാസ്കരൻ നായർ പ്രതികരിച്ചത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്കെതിരെ വിശദമായ അന്വേഷണം നടക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നടന്ന വിവാദങ്ങൾ വളരെ ശ്രദ്ധേയമായതും ഇത്തരത്തിൽ ജനശ്രദ്ധ പിടിച്ചുപറ്റിയതും ഇത്തരത്തിൽ അധ്യാപിക നടത്തിയ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ചുവട് തട്ടിക്കൊണ്ട് അതുകൊണ്ട് തന്നെ ആ അധ്യാപികക്കെതിരെ അവർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ അന്വേഷണം നടത്താൻ കോളേജ് പ്രിൻസിപ്പലിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അക്കാര്യത്തിൽ വ്യക്തമാണ്, അധ്യാപികക്കെതിരെ അന്വേഷണം തന്നെയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അവർക്ക് അനുകൂലമായ ഒരു നിലപാടല്ല പ്രിൻസിപ്പലിനോട് സംസാരിക്കുമ്പോഴും അവർ വ്യക്തമാക്കുന്നത്. അത്തരത്തിലൊരു ആവശ്യം, ഈ അധ്യാപികത്തെ നടപടിയെടുക്കണമെന്ന ആവശ്യം ഏതെങ്കിലും ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ അധ്യാപികയും പ്രിൻസിപ്പാളും സ്ഥിരീകരണം നടത്തിയിരുന്നു. വിവിധ സംഘടനകൾ, വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ എന്നിവ ഇവർക്ക് അധ്യാപികക്കെതിരെ നടപടി ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന സ്ഥിരീകരണവും പ്രിൻസിപ്പൽ നമ്മളോട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും പ്രധാന അധ്യാപിക സമർപ്പിക്കുന്ന റിപ്പോർട്ടിലും ഇക്കാര്യങ്ങൾ വ്യക്തമാക്കാനാണ് സൂചന, വ്യക്തമാക്കിയേക്കുമെന്നത് തന്നെയാണ് സൂചന. അതുകൊണ്ട് തന്നെ അധ്യാപികക്കെതിരെ നടപടി ഉണ്ടാകും എന്ന് ഏകദേശം ഉറപ്പാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതേസമയം ഇത്തരത്തിൽ ഈ ഒരു പ്രതിഷേധ പരിപാടിയെ ആശയപരമായി അനുകൂലിക്കുന്നതിന്റെ പേരിൽ അധ്യാപികയ്ക്കെതിരെ നടപടിയെടുക്കാനുള്ള തീരുമാനത്തിനെതിരെ വ്യാപക പ്രതിഷേധങ്ങളാണ് ഉയർന്നു വരുന്നത്. ദിൽജിത്താണ് വിവരങ്ങൾ നൽകിയത്.